ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇപ്പം ഞാൻ കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലുണ്ടെന്ന്, പക്ഷെ തണുപ്പുണ്ട്, പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഒരു സൺ കിസ്ഡ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. ഇവിടെ വല്ലപ്പോഴും ആണ് ഇങ്ങനെ സൂര്യനെ കാണാൻ കിട്ടുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ഈ സൈഡിലായതുകൊണ്ട് ക്യാമറ ഇതിൽ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളെ നോക്കാത്തത്. ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇപ്പം 17th തൊട്ട് ഇന്ന് തൊട്ടിട്ട് ഒരു 10 ഡേയ്സിന് ട്രാം ഉണ്ടാവില്ല. അത് നമ്മൾ ഓൾറെഡി ഇൻഫോംഡ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ട്രാമിന് പകരം ഇന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത് ഗോതൻബർഗ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നമ്മൾ എപ്പോഴത്തെയും പോലെ ട്രെയിനിൽ പോകും. അപ്പം എനിക്ക് 1:15 ക്ലാസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പയ്യെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വെതർ ആയതുകൊണ്ട് നമുക്ക് ഈസി സ്പീഡിൽ നടക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് നല്ല ലേറ്റാവും. ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക്സ്. നിങ്ങൾക്ക് എത്രത്തോളം ഓഡിബിൾ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പോണ വഴി കാണാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇതാണിപ്പോൾ നമ്മൾ പോകുന്ന വഴി കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ്, എനിക്ക് നല്ല ഇഷ്ടമായി ഇന്നത്തെ ക്ലൈമറ്റ്. കാരണം നമ്മളിവിടെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വിറ്റാമിൻ ഡി നോക്കുന്നത്. സൂര്യനെ കിട്ടാറേ ഇല്ല. സൂര്യനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. പക്ഷേ ഇവിടെ തണുവുണ്ട്, ചെറിയൊരു കാറ്റുണ്ട്, പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇതാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിയാണിത്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ നമ്മുടെ അഡ്രസ്സൊക്കെ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ പേര് പ്ലസ് നമ്മൾ ഓരോ വീടിനും നമ്പേഴ്സാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈവൻ നമ്പേഴ്സൊന്നും കാണില്ല, കംപ്ലീറ്റ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 അങ്ങനെ വരാം. അപ്പം അങ്ങനെ ഞാൻ 13ലാണ് കേട്ടോ. നമ്മളെ വീട് 13ആണ്. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ നടന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കിൻഡർ ഗാർഡൻ ആണ് കേട്ടോ. ഇന്ന് ഇവിടെ ഇല്ല തോന്നുന്നു. അതോ ഇനി ഇവിടെ ലഞ്ച് ടൈം ആക്ച്വലി 11 to 11:30 ആണ്. അപ്പോൾ പിള്ളേർ കഴിക്കാൻ പോയേക്കാണോ എന്നറിയില്ല. അങ്ങനെ ഇവിടെ ഒരു മുത്തശ്ശി പോകുന്നുണ്ടോ, ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്ന് എത്തും. അത് കഴിയുമ്പം ഇവിടെ ഇനി ചെറിയൊരു ചർച്ച് ഉണ്ട്. ഇവിടെ ഇതാണ് കാണുന്നത്. ഇവിടെ പിന്നെ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കി എടുക്കാനൊക്കെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ചർച്ച് എന്ന് പറയുന്നത്. വീണ്ടും ഞാനിങ്ങനെ നടക്കുകയാണ്. ചേർച്ച് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതൊക്കെ ചേർച്ചാട്ടോ. പിന്നെ ഇത് നമ്മളുടെ വില്ലീസിൻ്റെ ബാക്ക് വശം കേട്ടോ. നമ്മളിത് കൂടെയാണ് ഇറങ്ങി വരിക. ഇതിലൂടെ പോവാറ് മിക്കവാറും. നമ്മൾ ഷോർട്ട് കട്ട്. പിന്നെ വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു സ്കൈ കേട്ടോ. നല്ല വെതറാണെന്ന്, നല്ല അടിപൊളി വെതറാണ് കേട്ടോ. സൂപ്പറാണ്. പക്ഷെ എനിക്ക് ഒട്ടും കാണാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ ഇപ്പം സൂപ്പറാണേ. ഇന്ന് മൺഡേ ആണ്. അപ്പം എല്ലാവരും വീക്കെൻഡ്സിൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു വർക്കാണ്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ കണ്ടില്ലേ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ടൊരു 5-6 മിനിറ്റ് ആയല്ലോ. അപ്പം ഇതുവരെ നിങ്ങൾക്ക് ആൾക്കാർ കാണാൻ പറ്റുന്നില്ലല്ലോ. അത്രയും നമ്മുടെ പോപ്പുലേഷൻ കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിരിക്കും ഈസി. അപ്പം ഞാനിപ്പം ഇവിടെ എത്തി. ഇവിടെ ഒരു ചെറിയൊരു കഫ്റ്റേരിയ പോലെ ഉണ്ട് കേട്ടോ, റോയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെന്തോ ഒരു ബസ് പോലെ ഉണ്ട്.
ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ. ഓക്കേ, ഞാൻ ബസ്സിൽ ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ. ഒരു കഫ്റ്റേരിയ, റോയൽ കഫ്റ്റേരിയ ഉണ്ട്. ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കഫ്റ്റേരിയ കേട്ടോ. ഇവിടെ കണ്ടില്ലേ, പിള്ളേരെ ഇങ്ങനെ ട്രോളിയിലാണ് കൊണ്ടുപോവുക. എടുക്കാനൊന്നും പാടില്ല, നമ്മുടെ നാട്ടിലെ പോലെ പിള്ളേരെടുത്തത് നടക്കാനൊന്നും പാടില്ല കേട്ടോ. ഞാനിങ്ങനെ നോക്കുകയാണ് എവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ബസ്സിൽ പോയിട്ടില്ല കേട്ടോ. പിന്നെ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. നമ്മളെപ്പോഴും വരുന്ന വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇങ്ങനെ പോവാണ് കേട്ടോ. നമ്മളിവിടെ ട്രാമിൻ്റെ എന്തൊക്കെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ട്രാം അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ്സിലൊക്കെ കയറി നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 20 മിനിറ്റ്സോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ്സിലെത്തും. ട്രാമിലാണെങ്കിൽ, ബസ്സിൽ ഞാൻ പോവാത്തത് കൊണ്ട് എനിക്കറിയില്ല. ബസ്സിലും ടൈം കാണിക്കുന്നത് 20 മിനിറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മളവിടെ എത്തി. ഞാനിങ്ങനെ ഇറങ്ങി സെൻട്രൽ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഓടി പോവുകയാണ്. എനിക്ക് ട്രെയിൻ മിസ്സാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓടി പോവുകയാണ്. അൻഫിയ ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലെത്തി. അൻഫിയ വരുന്നത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ നല്ല വിളിച്ച് നോക്കട്ടെ. അവരാ ഹായ്. My God. And in regard to this, we came up with some what kind of barriers, organizational strategy. The organization will have to incur a lot of investment, high cost. So this articles that I have read talk about how to manage schedules and factors in the industry. Difficult problem to solve. To cope with that uncertainty. So while going through this, obviously, to schedule the things, there is a need of. അൻഫിയ, ഹലോ. ഞങ്ങളിപ്പോൾ ഐക്കയിൽ വന്നിട്ട് തിരിച്ച് പോവാണ് അങ്ങോട്ട്. ഓക്കെ, നമ്മുടെ വഴിയാണ്. നല്ല തണുപ്പുണ്ട്. ട്രെയിൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.